ഇപ്പോൾ ആലത്തൂരിലെ നിയുക്ത MP കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. അങ്ങനെ വ്യക്തിപ്രഭാവമല്ല, അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിന് എത്രയോ വോട്ട് കിട്ടുമോ? വോട്ട് കിട്ടിയല്ലോ. പല ഘടകങ്ങളുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുകളിലും പല ഘടകങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 19 സീറ്റ് നഷ്ടപ്പെട്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ആണെന്ന് കണ്ടെത്തി ആ സമയത്ത് അത് പറയുക, അതായിരിക്കും നല്ലത്. നിലവിലെ കണക്കിൽ BJP 11 സീറ്റിലാണ് കണക്ക് അല്ല, കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റിൽ പിന്നെ UDF അല്ലേ ജയിച്ചത്. ആ സമയത്ത് ഇതേ വാദം തന്നെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അന്ന് ഭൂരിപക്ഷം സീറ്റിലും പിന്നെ അന്ന് ഇടതുപക്ഷത്തിന് ആകെ 24 സീറ്റ് കിട്ടിയുള്ളൂ അസംബ്ലിയിൽ. പക്ഷേ അതിനുശേഷം 19-20 ആയപ്പോൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചറിവ് വന്നു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പായി കഴിഞ്ഞപ്പോൾ 2016 കൂടുതൽ സീറ്റ് വാങ്ങി. 93 സീറ്റായിരുന്നു 2016 99 സീറ്റ് വാങ്ങി നേടിയിട്ടാണ് 2021 ഇടതുപക്ഷം തിരിച്ചു വന്നത്. അങ്ങനെ ഓരോ സമയത്ത് ഓരോ കണക്കാണ്. അപ്പോൾ അങ്ങയുടെ ഒരു പകരക്കാരനെ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനസ്സിലുണ്ടോ? ഇല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നല്ലേ. ഞാൻ തന്നെ എന്നെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല. അപ്പൊ നമുക്കങ്ങനെ പകരക്കാരനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. പാർട്ടി തീരുമാനിക്കുക ആരാണ് വേണ്ടത്. ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല, അന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ അടുത്ത പാർലമെന്റ് സമ്മേളനം വിളിക്കുന്ന സമയത്തിന് മുമ്പായിട്ട്, കാരണം 2 പോസ്റ്റ് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് പാർലമെന്റിൽ പോയിട്ട് MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റും. അപ്പൊ എന്നാണ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത് വെച്ചാൽ അതിനിപ്പോ മന്ത്രിസഭ രൂപീകരിക്കണം, പ്രോട്ടോം സ്പീക്കറെ തെരഞ്ഞെടുക്കണം, അതിനുശേഷം പിന്നെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവും. ആ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ MLA സ്ഥാനം രാജിവെച്ച് സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ അന്ന് പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. വലിയ മാറ്റം വരില്ലേ? ഇപ്പൊ നമ്മൾ തീരുമാനിച്ചെന്താണ്, ദേവസ്വം ബോർഡുകളുടെ കീഴിൽ വരുന്ന സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരെയും അനധ്യാപകരെയും റിസർവേഷൻ അടിസ്ഥാനത്തിൽ എടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 29 അതിന്റെ ഉത്തരവ് 5 ദേവസ്വം ബോർഡുകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ദേവസ്വം ബോർഡുകളിൽ നിയമനം വരുമ്പോൾ കെ രാധാകൃഷ്ണൻ ആലത്തൂരിലെ നിയുക്ത MP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വ്യക്തിപ്രഭാവമല്ല വിജയത്തിന് കാരണം, അത് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, ഭരണവിരുദ്ധ വികാരമില്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു.